ഇനിയൊരു ഭരണ തുടർച്ച ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും കേരളത്തിൽ സംഭവിക്കാൻ പോവുക? കേരളം അക്യൂട്ടായിട്ടുള്ള ഫൈനാൻഷ്യൽ ക്രൈസിസിലേക്ക് പോകും. ഉറപ്പാണോ? 100%. ഇപ്പം തന്നെ നമുക്ക് ഫണ്ടില്ലെന്നേ. നമ്മുടെ ഇവിടുത്തെ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഹെവിലി ഡിപ്പെൻഡൻ്റ് ആണ് ലോൺസിൽ. ലോൺസിൻ്റെ നമുക്ക് ഡ്രോ ചെയ്യാനുള്ള പരിധിയിൽ പീക്കിലേക്ക് നമ്മൾ പോകും. അതായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ വരും. നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാലറീസും പെൻഷൻസും കൊടുക്കാനാണ് നമ്മളുടെ ഏറ്റവും കൂടുതൽ പൈസ ചിലവാക്കുന്നത്. നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടുള്ള അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി നമ്മളിവിടെ ചെയ്യുന്നില്ല. നമ്മൾ ലോൺ എടുക്കുന്ന സമയം ചോദിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ ലോൺ എടുക്കുന്നില്ലെന്ന്. കേന്ദ്ര സർക്കാർ ലോൺ എടുക്കുന്നുണ്ട്. പക്ഷേ കേന്ദ്ര സർക്കാർ ആ സാധനം അസറ്റ് ബിൽഡ് ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടാക്കാനാണ്, റവന്യൂ ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമ്മൾ ഈ ലോൺ എടുക്കുന്നതുകൊണ്ട് ഈ പെൻഷൻ കൊടുക്കാനാണ് എടുക്കുന്നത്. പെൻഷൻ കൊടുക്കുന്നതുകൊണ്ട് നിങ്ങൾ അസറ്റ് ഉണ്ടാക്കുന്നില്ല, റവന്യൂ ഉണ്ടാക്കുന്നില്ല. റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളിലേക്ക് നമ്മൾ ഈ സാധനത്തിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതുവഴി ഇവിടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നു, ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു, സർക്കാരിൻ്റെ ടാക്സ് കൂട്ടുന്നു,